ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ കേട്ടോ. കോർഡിനേറ്റ്സ് ഓഫ് വേർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ എ ബി സി. 3 വേർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ 3, ഞാൻ ട്രയാങ്കിൾ ഒന്നും കൂടി വലുതാക്കി വരക്കാം, കാരണം ചിലപ്പോൾ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ തൽക്കാലം ഞാൻ ഇത് എ എന്ന് വിളിക്കുന്നു, ഇതിന് ഞാൻ ബി എന്ന് വിളിക്കുന്നു. ജസ്റ്റ് വിളിച്ചതാണ്, എനിക്ക് കറക്റ്റ് ഇതെങ്ങനെയാണെന്ന് അറിയില്ല, ജസ്റ്റ് എന്ന് ഇതാണ് വരച്ചതാണ് എ ബി സി. അപ്പോൾ എ എന്ന് പറയുന്നതിന് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ആരാണ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 1 1. ബി ആരാണ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞാൽ 5 5. ഓക്കെ, സി ആരാണ്, അത് 2, 5 ആണ്. ഓക്കെ അല്ലേ, ജസ്റ്റ് റഫ് ഫിഗർ മാത്രമാണിത്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താ പറയുക, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി മിഡ് പോയിൻറ്റ് ഡി ഓഫ് എ ബി. എ ബിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഡി. മിഡ് പോയിൻ്റ് ഓഫ് എ ബി, മിഡ് പോയിൻ്റ് ഓഫ് എ ബി അത് ഡി ആണെന്ന് ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഈ മിഡ് പോയിൻ്റ് ഓഫ് എ ബിനെ നീ എന്ത് ചെയ്യണം, നടുക്ക് കൊണ്ടുപോയിട്ട് ഡി എന്ന് മാർക്ക് ചെയ്യണം. എ ബിൻ്റെ നടുക്കിൽ ആരാണ്, ഡി. സോ ഡി എന്ന് പറയുന്ന ഈ മിഡ് പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? മിഡ് പോയിൻ്റ് കാണാനുള്ള ഫോർമുല ശ്രദ്ധിച്ചോളേ. എ എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് കാണാനുള്ള ഫോർമുല എന്താണെന്നറിയോ, x1 + x2/2 y1 + y2/2. ഏത് 2 പോയിൻറ്റിൻ്റെ ഇടയിലാണോ ആ പോയിൻ്റ് കിടക്കുന്നത്, ആ 2 പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എന്ത്, ഈ പറഞ്ഞ x1 y1. ഇതാണ് ആര്, x1 y1. ഈ കാണുന്ന കോർഡിനേറ്റാണ്, സൂചക സംഖ്യകളാണ് x1 y1. ഈ കാണുന്നതിൻ്റെ കോർഡിനേറ്റാണ് ആര്, x2 y2. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ x1 y1ഉം ഈ x2 y2ഉം എടുത്തുകൊണ്ട് അതിന് മിഡ് പോയിൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ മാർഗ്ഗം എന്താ, x1ഉം x2ഉം കൂടി കൂട്ടുക, ഹാഫ് എടുക്കുക. x1 ആരാ 1, x2 ആരാ 5. സോ 1ഉം 5ഉം കൂടി കൂട്ടിയാൽ 6, 6ൻ്റെ പകുതി എത്രയാണ് 3. അപ്പോൾ എഴുതേണ്ട ഫോർമുല എന്താണ്, മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡി ആണ്. ഡി കിട്ടാനുള്ള മാർഗ്ഗം എന്താ, ഈ 2 ആൾക്കാരെ ഇടയിലാണ് ഡി കിടക്കുന്നത്. സോ 1ഉം 5ഉം ഉണ്ട്. സോ 1 + 5 1 + 5 / 2, y1 + y2/2 ആണ്. ആരാണ് y1? y1 എന്ന് പറഞ്ഞാൽ 1 ആണ്. y2 എന്ന് പറഞ്ഞാൽ ആരാ, 5 ആണ്. സോ y1 + y2/2 എന്നുള്ളത് എന്തിലേക്ക് വരിക, ഇവിടെ y1 1 ആണ്, y2 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ അഗെയിൻ 1 + 5/2. എന്താണ് ആൻസർ വരിക, ഈക്വൽ ടു 1ഉം 5ഉം കൂടി കൂട്ടിയാൽ 6 ആണ്. 6ൻ്റെ പകുതി, 6ൻ്റെ പകുതി. 6ൻ്റെ പകുതി എത്ര, 3. സോ 3, 3. ആരെ കിട്ടി, ഡീനെ കിട്ടി. ഓക്കെ അല്ലേ. സോ ഡി റെഡിയായി, ഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കവിടെ വേണ്ടത് എന്താണെന്നറിയോ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി ഡി. സി ഡിയുടെ ലെങ്ത് എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്. സി ഡി എന്ന് പറയുന്ന ലൈനിനോട് കണ്ടിട്ടുണ്ടാകും, സി തൊട്ട് ഡി വരെ ഉള്ളതാണ് സി ഡി എന്ന് പറയുന്ന ലൈൻ. സി ഡിയുടെ ലെങ്ത് എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്. സോ ലെങ്ത് കാണാനുള്ള ഫോർമുല എന്താണ്, അത് ഡിസ്റ്റൻസ് ഫോർമുലയാണ്, നീളം കാണാൻ. സോ ലെങ്ത് ഓഫ് സി ഡി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല. എന്താ ഡിസ്റ്റൻസ് ഫോർമുല, √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇതിൽ x2 x1ഉം y2 y1ഉം നമ്മൾ എടുക്കേണ്ടത് എന്താ, ഡി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് 3, 3 ആണ്. സിൻ്റെ കോർഡിനേറ്റ് 2, 5 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സി ഡി എന്ന് പറയുന്ന സമയത്ത് ആരാണ് അതിൻ്റെ x1 x2 y1 y2 ആരാ ചോദിച്ചാൽ, ഈ കാണുന്നത് x1 y1 ആയിട്ട് എടുത്താൽ ഇത് ആരാ, x2 y2. അപ്പോൾ നീ കുറക്കേണ്ടത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ വേണം മൈനസ് ചെയ്യാൻ. ഞാൻ തൽക്കാലം സി ഇവിടുന്ന് ഇങ്ങോട്ടാണ് മൈനസ് ചെയ്യുന്നത് വിചാരിച്ചോ. അപ്പോൾ 2 - 3 ആണ് x2 - x1. 5 - 3 ആണിത് y2 - y1. അപ്പോൾ എന്തായിരിക്കും വരിക, ഇവിടെ എഴുതി കൊടുക്കുക, എന്താ വരിക, 2 - 3 കുറച്ചത് 2 - 3 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത് 5 - 3 കുറച്ചത് 5 - 3 ഹോൾ സ്ക്വയർ. അപ്പോൾ എത്ര, 2 - 3 ആരാ, -1ൻ്റെ സ്ക്വയർ. 5 - 3 കുറച്ച് എന്താ, 2, 2ൻ്റെ സ്ക്വയർ. അതിന് എന്തെടുക്കണം, റൂട്ട് എടുക്കണം. ഓക്കെ അല്ലേ. -1ൻ്റെ സ്ക്വയർ എന്താ, 1 ആണ്. +2ൻ്റെ സ്ക്വയർ എന്താ, 4 ആണ്. കൂട്ടി കഴിഞ്ഞാൽ എത്ര, √5. ഇതാണ് സി ഡിയുടെ ലെങ്ത്ത്. അപ്പോൾ അത് ഓക്കെ അല്ലേ. അപ്പോൾ അത്രയും മാർക്ക് കിട്ടി. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം. എന്താണ്, വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻറ്റ്. ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് നിങ്ങൾ കാണണം. ആ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ, ഡിവൈഡിങ്, അത് മുറിക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ആരെ, ദ ലൈൻ സി ഡി. സി ഡി എന്ന് പറയുന്ന ലൈനിനെ മുറിക്കുന്നു. എന്നുവെച്ചാൽ സി ഡി എന്ന് പറയുന്ന ലൈനിലുള്ള ഏതോ ഒരു പോയിൻ്റാണ് കാണേണ്ടത്. ആ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്, എങ്ങനെയാണ് സി ഡിനെ മുറിക്കേണ്ടത്, ഇൻ ദ റേഷ്യോ 2:1. 2:1 എന്ന് പറയുമ്പോൾ 2 പീസും 1 പീസും, 2 കഷ്ണം പിന്നെ 1 കഷ്ണം, മൊത്തം 3 പീസാക്കിയാൽ അതിൽ 2 എണ്ണം
2:1 എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൻ്റെ ഇരട്ടി ആയിരിക്കണം മറ്റേ തരേണ്ടത്. അതാണ് 2:1 റേഷ്യോ. പക്ഷേ ഇതിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണോ വലുപ്പം കൂടുതൽ അതോ അവിടെ നിന്ന് ഇങ്ങോട്ടാണോ വലുപ്പം കൂടുതൽ എന്ന് അറിയണമെങ്കിൽ ഈ ഓർഡർ എടുക്കണം. സി ഡിനെ 2:1 എന്നുള്ള റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ സിയിൽ നിന്ന് ഡിയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴാണ് 2:1. മനസ്സിലാ? സീൻ്റെ അവിടെ നിന്ന് ഡിക്ക് വരുമ്പോൾ ആ ഓർഡർ നോക്കണം. സിയിൽ നിന്ന് ഡിയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ 2:1. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് 2:1. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടും ഇവിടെ 1. അപ്പോൾ നമ്മൾ വരച്ച ചിത്രം പ്രകാരം 1:2 എന്നാണ് ഇതുണ്ട്. ഓക്കെ അല്ലേ? ചോദ്യം പ്രകാരം 2:1 ആണെങ്കിലും നമ്മൾ വരച്ചത് പ്രകാരം എന്താണ് 2:1 എന്നുള്ള തിരിച്ചെഴുതിയിട്ട് 1:2 എന്ന് കൊടുക്കണം. കാരണം സി ഡി എന്നുള്ള ഓർഡറാണ്. അപ്പോൾ ആ ഓർഡറിലാണ് 2:1 കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി എങ്ങനെ ഈ കാണുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കാണും? ഈ കോർഡിനേറ്റിനെ ഈ പോയിൻറ്റിനെ ഞാൻ ഇ എന്ന് വിളിച്ചു ഇ. ആ ഈനെ നമ്മൾ കണ്ടെത്താനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോമുല അവിടെ പഠിക്കേണ്ടതുണ്ട്. ഒരു ലൈൻ, എന്താണ് ലൈനിൻ്റെ പ്രത്യേകത നോക്കിക്കോട്ടോ. ആ ലൈനിൻ്റെ 2 കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. സപ്പോസ് ഞാൻ തൽക്കാലം ഇവിടെ ഇല്ലാത്ത ആൾക്കാരെ വിളിക്കുന്നത് പിയും ക്യൂ. പിൻ്റെ കോർഡിനേറ്റ് x1, y1 ആണ്. ക്യൂവിൻ്റെ കോർഡിനേറ്റ് ആരാണ്? x2, y2 ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ എവിടെയോ കിടക്കുന്ന ഒരു പോയിൻ്റാണ് ആര്? 6. എന്താ 6ൻ്റെ പ്രത്യേകത? ഈ പി തൊട്ട് 6 വരെയുള്ള ഡിസ്റ്റൻസും 6 മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ m:n എന്നുള്ള റേഷ്യോയിലാണെങ്കിൽ ഈ 6 നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് റേഷ്യോ ഫോർമുല. അപ്പോൾ 6 കാണാനുള്ള ഫോർമുല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന എം ഇല്ലേ, ഫസ്റ്റ് കിടക്കുന്ന ആരാ? എം. ആ എമ്മിന് അവിടെ കിടക്കുന്ന എക്സ് കോർഡിനേറ്റ് ആയിട്ടുള്ള x2 കൊണ്ട് ഗുണിക്കുക. ഇതിന് എന്താണ് ഗുണിക്കുക? x2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. സോ m ആര്? അവിടുത്തെ x2 എന്നിട്ട് പ്ലസ് ഇടുക. എന്നിട്ട് പ്ലസ് അടുത്തത് ഈ കിടക്കുന്ന എന്നില്ലേ, ആ n ഇൻറ്റു എന്ത്? ഇവിടെയുള്ള x1, അവിടുത്തെ എന്നിന് ഈ x1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. സോ n ഇൻറ്റു എന്ത്? x1 ഡിവൈഡഡ് ബൈ എന്താ വരിക? അടിയിൽ ഈ എമ്മും എന്നും കൂടെ കൂട്ടിയത്, എമ്മും എന്നും കൂടെ ആഡ് ചെയ്താൽ എന്താ? ഇറ്റ്സ് m+n കോമ ഇത് അതേപോലെ ആരാണ്? എം ഇൻറ്റു അവിടുത്തെ കോർഡിനേറ്റ് y2, എം ഇൻറ്റു ആരാണ്? y2 പ്ലസ് ഇടുക. വീണ്ടും n ഇൻറ്റു എന്നിടുക. ആരാണ്? n കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടത് ആരാണ്? n ഇൻറ്റു y1, എം ഇൻറ്റു y2 പ്ലസ് n ഇൻറ്റു y1 ഡിവൈഡഡ് ബൈ താഴ്ത്താരാ? m+n. ഓക്കെ അല്ലേ? എന്നിട്ട് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ സംഗതി സെറ്റായി. ഇതാണ് ആറ് കോർഡിനേറ്റ്? 6ൻ്റെ കോർഡിനേറ്റ്. ഇതാണ് ആ ഒരു റേഷ്യോ വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഈ റേഷ്യോ 1:1 ആകുമ്പോഴാണ് അത് മിഡ് പോയിൻ്റ് ആകും. അങ്ങനെ കിട്ടുന്ന ഫോമുലയാണ് നേരത്തെ പഠിച്ചത് x1 + x2/2 എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് പോകണ്ട, ഈ റേഷ്യോ കൃത്യമായിട്ട് പഠിച്ച് വയ്ക്കുക. mx2 ഒന്നുകൂടെ പറയുന്ന ഫോമുല mx2 + nx1/m+n, my2 + ny1/m+n. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേണ്ടത് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന സാധനം നോക്കിയാടാ, സി ഡി ആണ്. ആരാണ്? സി ഡി. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വര വരയ്ക്കുന്നു. എന്തിനറിയോ? നീ ഓൾറെഡി ചിത്രം വരച്ചില്ലേ, അതിനിടയിൽ കൊണ്ട് ഇനി കൊളാക്കണമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ സി ഡി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നറിയോ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട? റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. സി ഡി എന്ന് പറയുമ്പോൾ ആദ്യം സി, രണ്ടാമത്തത് ഡി എന്നിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ അല്ലേ? അതിൻ്റെ കൂടെ സീൻ്റെ ഡീൻ്റെ കോർഡിനേറ്റും കൂടി എഴുതി വെച്ചാൽ നല്ലതാണ്. സീൻ്റെ കോർഡിനേറ്റ് എന്താണ്? സീൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആരാണ്? 2, 5 ആണ് സീൻ്റെ കോർഡിനേറ്റ്. ഡീൻ്റെ കോർഡിനേറ്റ് എന്താണ് കിട്ടിയിട്ടുണ്ട്? 3, 3 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയുമോ? ആദ്യം കണ്ടുപിടിച്ച 3, 3 ഇല്ലേ, ഇത് തെറ്റി ഓട്ടോമാറ്റിക്കലി ബാക്കിയൊക്കെ തെറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് തെറ്റാതിരുന്നാൽ അത്രയും മാർക്ക് നമുക്ക് അവിടെ കിട്ടും. ഇത് തെറ്റിയാൽ മൊത്തം മാർക്കും പോയി കിട്ടും. ഇനി സി ഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. സി മുതൽ ഡി വരെയുള്ള ഈ ഒരു ലെങ്ത്തിനെ ഡിവൈഡ് ചെയ്യുന്നു. 2:1. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഞാനിവിടെ ആദ്യം സിയും അവിടെ ഡിയും കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പോൾ 2:1 എന്ന് പറയുമ്പോൾ ഇത് 2, അവിടെ 1, 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ. അപ്പോൾ ചോദ്യം തന്നിരിക്കുന്നത് പ്രകാരം ഞാൻ വരച്ചൊന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. ചോദ്യത്തിൽ എന്താണ്? സി ഡിനെ. അപ്പോൾ സി ആദ്യം പിന്നെ ഡി കൊടുത്തു. റേഷ്യോ എന്താ? 2:1. സോ 2:1. കൺഫ്യൂഷൻ ആവേണ്ട വിചാരിച്ചിട്ടാണ്. ചിത്രം പ്രകാരം ഇങ്ങനെ പ്രകാരമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ. ഇനി കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് എന്താ? ഈ ഇടയിലുള്ള പോയിന്റ്. ആരാണ് ആ പോയിന്റ്? ഇ. സോ ഹൗ വിൽ യു ഫൈൻഡ് ദാറ്റ് ഇ? ഇ എങ്ങനെ കണ്ടുപിടിക്കും? സോ ഞാൻ എഴുതി നോക്കി കേട്ടോ. ഇ എന്ന് പറയുന്നത് കാണാൻ 2 സാധനങ്ങളാണ് കോമട്ട് എഴുതി കൊടുക്കാൻ പോകുന്നത്. ആരാണ് എഴുതാൻ പോകുന്നത്? ശ്രദ്ധിക്കണേ, ഇവിടെ എന്തുണ്ട്?
ടു എന്ന് പറയുന്നതാണ് എം എന്ന് പറയുന്ന സ്ഥാനത്ത് ആരാണ് എം ഇൻറ്റു എക്സ് ടു. അപ്പോൾ എമ്മിന് പകരം ആരാ ടു. അപ്പോൾ 2 ഇൻറ്റു ബ്രാക്കറ്റ് പ്ലസ് 1 ഇൻറ്റു ബ്രാക്കറ്റ് ബൈ 2 പ്ലസ് 1. ഞാൻ ബ്രാക്കറ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ആ ബ്രാക്കറ്റിൽ എന്ത് എഴുതി കൊടുക്കണം? 2 ഇൻറ്റു എന്താ വരിക? 2 ഇൻറ്റു എക്സ് ടു. ആരാ എക്സ് ടു ആരാ 3 പ്ലസ് 1 ഇൻറ്റു ഇവിടെ എക്സ് 1 ആരാ 2. ഇനി ഗുണിച്ചുകൊണ്ട് കൂട്ടങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇനി ഇതേപോലെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകും. എന്താണ് ഈ 2 ഇൻറ്റു ഇവിടെ കിടക്കുന്ന ഇതേ 2 ഇൻറ്റു ബ്രാക്കറ്റ് പ്ലസ് ഇതേ 1 ഇൻറ്റു ബ്രാക്കറ്റ് ബൈ 2 പ്ലസ് 1. ആരാണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത്? 2 ഇൻറ്റു y2 ആണ്. ആരാ y2? 3 പ്ലസ് 1 ഇൻറ്റു ആരാ y1 ആരാ 5 ഡിവൈഡഡ് ബൈ എന്താ 2 പ്ലസ് 1. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ആൻസർ പറയാൻ പോകണം. ദിസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? 2 ഇൻറ്റു 3 എന്താണ്? 2 ഇൻറ്റു 3 6 പ്ലസ് 1 ഇൻറ്റു 2 എന്താ 2 ഡിവൈഡ് ബൈ താഴത്തെ ആരാ 3 കോമ 2 ഇൻറ്റു 3 എന്താ 6 പ്ലസ് 1 ഇൻറ്റു 5 എന്താ 5 ഡിവൈഡ് ബൈ താഴത്തെ എന്താ 3. ഓക്കെ അല്ലേ? നൗ ദിസ് ഈസ് ഈക്വൽ ടു 6 പ്ലസ് 2 ആരാണ് 8. സോ 8/3 കോമ 6 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 11 ആണ്. സോ 11/3 കഴിഞ്ഞു. ഇനി ഒന്നും കാട്ടല്ല, ഇത്രേ ഉള്ളൂ ആൻസർ. ഓക്കെ അല്ലേ? സോ ഇതാണ് ആര് ഇ എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്. സോ ഇത്രയും എഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇതാണ് സിൻ്റെ ആൻസർ കേട്ടോ. സി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ 3 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. കോർഡിനേറ്റ് ഓഫ് ABC തന്ന് ഡി കാണാൻ പറഞ്ഞു, മിഡ് പോയിന്റ് കാണാൻ വേണ്ടി പറഞ്ഞു. മിഡ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി കൊടുത്തു. മിഡ് പോയിന്റ് കണ്ടെത്തി കൊടുത്തു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് CD ലെങ്ത് കാണാൻ പറഞ്ഞു, അത് കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ഏതൊരു പോയിന്റ് ഉണ്ട് CDൻ്റെ ഇടയിലാണ് കിടക്കുന്നത്, അത് 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. ആ പോയിന്റ് നമ്മളിതാ റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ?